വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ നടിയാണ് ഉർവശി. ബാലതാരമായി കതിർ മണ്ഡപം എന്ന സിനിമയിലൂടെയാണ് ഉർവശി അഭിനയരംഗത്ത് എത്തുന്നത്. 1983 പുറത്തിറങ്ങിയ ഹലോ മദ്രാസ് ഗേൾ എന്ന സിനിമയിൽ മികച്ച ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉർവശി തൊട്ടടുത്ത വർഷം തന്നെ ശ്രദ്ധിക്കപ്പെട്ട നിരവധി സിനിമകളിൽ നായികയായി സിനിമയിൽ തുടരുമ്പോഴും യാതൊരു താരജാടകളുമില്ലാതെ ലൊക്കേഷനിൽ ടെക്നീഷ്യന്മാരോടും എന്തിന് ഫുഡ് ഡെലിവറി ചെയ്യാൻ വരുന്ന ആളുകളോടും കൂടി വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും അവർ പെരുമാറിയിരുന്നു. ഉർവശിയുടെ അത്തരം സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളൊരു വിചിത്രമായ സംഭവമുണ്ട്. കൊല്ലം സ്വദേശിയായിട്ടുള്ള സൈനുദ്ദീൻ എന്നൊരാൾ അയാളുടെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വന്ന് പലയിടങ്ങളിലായിട്ട് 3 ഫർണിച്ചർ ഷോപ്പുകൾ തുടങ്ങി. ഒരിക്കൽ ഒരു സ്ത്രീ ഫോണിൽ അയാളെ വിളിച്ചിട്ട് തനിക്ക് കുറേ അധികം ഫർണിച്ചറുകൾ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ അഡ്രസ്സും കൊടുത്തു. നേരിട്ട് വന്ന് സെലക്ട് ചെയ്തെടുക്കാൻ അയാൾ അവരോട് പറഞ്ഞു. വേണ്ടെന്നും ഓരോന്നിൻ്റെയും വില പറയുകയാണെങ്കിൽ അതനുസരിച്ച് സെലക്ട് ചെയ്തു കൊള്ളാം. നല്ല തിരക്കായതിനാലാണ് നേരിട്ട് വരാൻ കഴിയാത്തത് എന്നും അവർ അയാളോട് പറഞ്ഞു. തുടർന്ന് ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററെങ്കിലും അകലെയുള്ള അഡ്രസ്സിലേക്ക് പാവം സൈനുദ്ദീൻ ഒരു ലോറി നിറഞ്ഞ മോഹങ്ങളോടെ ഫർണിച്ചറുകൾ കയറ്റിവിട്ടു. അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന വീട്ടിലെത്തിയപ്പോൾ തങ്ങൾ ഫർണിച്ചറുകളൊന്നും ഓർഡർ ചെയ്തിട്ടില്ലെന്നും ആവശ്യമേയില്ലെന്നും ആ വീട്ടുകാർ പറഞ്ഞു. ഡെലിവറി ചെയ്യാൻ പോയ പയ്യന്മാരാകെ അന്താളിപ്പിലായി. അവർ സൈനുദ്ദീനെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു. അയാൾ ആ സ്ത്രീയുടെ ഫോൺ നമ്പറിലേക്ക് വീണ്ടും ബന്ധപ്പെട്ടു. ഒരു കസ്റ്റമറോട് സംസാരിക്കുന്ന മയവും മര്യാദയും ഒന്നുമില്ലാതെയാണ് സൈനുദ്ദീൻ സംസാരിച്ചു തുടങ്ങിയത്. വീട്ടുകാർക്ക് ഫർണിച്ചറൊന്നും വേണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാനാണ് ആ സ്ത്രീ പറഞ്ഞത്. സൈനുദ്ദീൻ വീണ്ടും ക്ഷുഭിതനായി. ആളെ പറ്റിക്കുകയാണോ? എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഈ കളി തുടങ്ങിയിട്ട് കാലം കുറയായി. ഫോണിലൂടെ അയാൾ ഉറക്കെ ആക്രോശിച്ചു. മുമ്പ് നിങ്ങൾ പറ്റിച്ചവർ നിങ്ങളെ എന്താണ് ചെയ്തത്? ആ സ്ത്രീ തിരിച്ചു ചോദിച്ചു. എന്താണ് കാര്യം എന്ന് മനസ്സിലാകാതെ നിന്ന സൈനുദ്ദീനോട് മറുതലയ്ക്കിൽ നിന്ന സ്ത്രീ ഞാൻ ഉർവശിയാടോ എന്ന് ഗൗരവമായി പറഞ്ഞു. 1-2 നിമിഷത്തെ അമ്പരപ്പിന് ശേഷം സൈനുദ്ദീൻ അറിയാതെ ഉറക്കെ പൊട്ടിച്ചിരിച്ചുപോയി. ഉർവശിയുടെ സിനിമാ ജീവിതം തുടങ്ങിയ കാലത്ത് സൈനുദ്ദീൻ സിനിമയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു. പരോപകാരിയും അമിതോത്സാഹിയുമായ ആ ചെറുപ്പക്കാരൻ പൊതുവെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഉർവശിയുമായിട്ട് വളരെ നല്ല ഒരു അടുപ്പമുണ്ടാക്കിയെടുക്കാൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞു. ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സത്യസന്ധതയോടെയാണ് അയാൾ ചെയ്യുന്നത് എന്ന ബോധ്യം ഉർവശിക്കും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ശശികുമാർ സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ പ്രതിഫലം ഉർവശിക്ക് പൂർണ്ണമായും കൊടുത്തു തീർത്തിരുന്നില്ല. അടുത്ത സിനിമയുടെ ലൊക്കേഷനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ ബാക്കിയുള്ള പണം നൽകാമെന്ന് ശശികുമാർ വിളിച്ചറിയിച്ചു. ശശികുമാറിൻ്റെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന സൈനുദ്ദീൻ്റെ കയ്യിൽ പണം കൊടുത്തു വിട്ടാൽ മതിയെന്ന് ഉർവശി പറഞ്ഞു. ആ ദിവസം വൈകുന്നേരമായപ്പോൾ തൻ്റെ ഉമ്മയ്ക്ക് അസുഖമാണെന്നും ശശികുമാർ സാർ തന്നെ പണം ഏൽപ്പിച്ചിട്ടുണ്ടെന്നും 2 ദിവസത്തിനകം അത് നേരിട്ട് എത്തിക്കാമെന്നും സൈനുദ്ദീൻ ഫോണിൽ വിളിച്ച് ഉർവശിയോട് പറഞ്ഞു. സൈനുദ്ദീനെ നല്ല വിശ്വാസമുണ്ടെങ്കിലും അയാളുടെ വാക്കുകളിൽ ഉർവശിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഷൂട്ടിംഗ് തിരക്കുള്ളതിനാൽ നേരിട്ട് സൈനുദ്ദീനെ ചെന്ന് കാണാൻ ഉർവശിക്ക് കഴിഞ്ഞില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പൊതിക്കെട്ടുമായി ഉർവശിയുടെ അടുത്ത് ഒരാൾ വന്നു. ആ പൊതി ഉർവശിക്ക് നൽകി. സൈനുദ്ദീൻ കൊടുത്ത് അയച്ചതാണെന്ന് പറഞ്ഞു. അവർക്ക് ആശ്വാസമായി. പൊതി തുറന്നു നോക്കിയപ്പോൾ അതിൽ 27,000 രൂപയുണ്ട്. ശശികുമാറിൽ നിന്ന് കിട്ടാനുള്ളത് 35,000 രൂപ. ബാക്കി പണം എവിടെയെന്ന് വന്നയാളോട് ചോദിച്ചു. അയാൾ അറിയില്ല എന്ന് പറഞ്ഞു. ഉർവശിക്ക് ഭ്രാന്തിളകി. അവർ അയാളോട് പോകരുത് എന്ന് പറഞ്ഞിട്ട് ശശികുമാറിനെ വിളിച്ചു. താൻ 35,000 രൂപയും കൊടുത്തിരുന്നുവെന്നും പണം കൈപ്പറ്റിയെന്ന് എഴുതി വൗച്ചറിൽ സൈനുദ്ദീൻ ഒപ്പിട്ട് തന്നിട്ടുണ്ടെന്നും ശശികുമാർ പറഞ്ഞു. എത്രയും വേഗം പോലീസിനെ ഇൻഫോം ചെയ്യാനും അദ്ദേഹം ഉർവശിയോട് നിർദ്ദേശിച്ചു. ഉർവശി പരാതി നൽകി. പരാതി അന്വേഷിക്കാനായി സൈനുദ്ദീൻ്റെ വീട്ടിലെത്തിയ പോലീസ് ഒരു കാര്യം മനസ്സിലാക്കി. 2 ആഴ്ച മുൻപ് അയാൾ മിസ്സിംഗ് ആയി എന്നൊരു പരാതി അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്. വീട്ടുകാർ കൂടി ഉൾപ്പെട്ട ഒരു തട്ടിപ്പാണോ ഇതെന്ന് പോലീസിന് സംശയം തോന്നി. അവർ ആളുകളെ മാറി മാറി ചോദ്യം ചെയ്തു. സ്വത്ത് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളാണ് സൈനുദ്ദീൻ. അത് അന്വേഷണത്തിൽ നിന്ന് അവർക്ക് ബോധ്യമായി. തനിക്ക് സ്ഥിര ജോലിയില്ലാത്തതിൻ്റെ പേരിലും തൻ്റെ വിവാഹം നടക്കാത്തതിൻ്റെ പേരിലും അയാൾ വീട്ടുകാരോട് ദീർഘകാലമായി പിണക്കത്തിലായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. പണവുമായി
വന്നയാൾക്ക് സൈനുദ്ദീനെ പരിചയമുണ്ടായിരുന്നു. എന്നാൽ അയാളെപ്പറ്റി മറ്റു വിവരങ്ങളൊന്നും അയാൾക്കറിയില്ല. ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഉർവശി മറ്റൊരു സിനിമയുടെ ലൊക്കേഷനിലായിരിക്കുമ്പോൾ ഒരാൾ അവരെ കാണാൻ വന്നു. അയാളുടെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു. അതിൽ 10,000 രൂപയും പിന്നെ ഒരു കത്തും. കത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു: ഗൾഫിൽ പോകാനായി പലവട്ടം പരിശ്രമിച്ചിരുന്നു. അവസരം കിട്ടിയപ്പോഴൊന്നും പണമില്ലായിരുന്നു. അതിനുവേണ്ടി സ്വരുക്കൂട്ടിയ തുക തികയാതെ വന്നപ്പോഴാണ് 8,000 രൂപ എടുക്കേണ്ടി വന്നത്. പലരോടും ചോദിച്ചു, കിട്ടിയില്ല. അവസാനത്തെ അത്താണി മേഡമായിരുന്നു. മേഡത്തിനോടും ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഗതികേടുകൊണ്ട് പണമെടുത്തത്. 2,000 രൂപ കൂടി പലിശയായി ഇതിനൊപ്പം വയ്ക്കുന്നു. സ്വീകരിക്കണം. മാപ്പ് എന്ന് സൈനുദ്ദീൻ. കത്ത് വായിച്ച ഉർവശിക്ക് ഒരു സിമ്പതിയും തോന്നിയില്ല. ഇതിനിടയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉർവശിക്ക് ഒരു ഫോൺ വന്നു. നാട്ടിലെത്തിയ സൈനുദ്ദീനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ അറിയിച്ചത്. പണം തനിക്ക് കിട്ടിയെന്നും ഇനി കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നും ഉർവശി പറഞ്ഞു. ആ സീൻ അവിടെ അങ്ങനെ അവസാനിച്ചതാണ്. അതിനൊരു മധുരപ്രതികാരം എന്ന വണ്ണമാണ് ഉർവശി സൈനുദ്ദീനെ വിളിക്കുന്നതും ഇങ്ങനെ ഒരു ഓർഡർ കൊടുക്കുന്നതും. എന്തായാലും തന്നെ അപ്രതീക്ഷിതമായി വട്ടം ചുറ്റിച്ച ഉർവശിയോട് സൈനുദ്ദീന് ഒരു ഈർഷ്യയും തോന്നിയില്ല. ഉർവശി അങ്ങനെയൊക്കെ തന്നെയാണെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. പിന്നീട് അയാൾ നേരിട്ട് ഉർവശിയെ കാണുകയും ക്ഷമ പറയുകയും തൻ്റെ പരിചയം പുതുക്കുകയും ചെയ്തു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.